ബ്രോഡ്കാസ്റ്റ് പാക്കറ്റ്സ് അതുപോലെ തന്നെ മൾട്ടികാസ്റ്റ് പാക്കറ്റ്സ് ഇതിനെ ഒന്നും തന്നെ നമ്മുടെ വൈഫൈക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ആ പാക്കറ്റ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പാക്കറ്റ്സ് നെറ്റ്വർക്കിലൂടെ റൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് എന്തായാലും ടോട്ടൽ നെറ്റ്വർക്ക് ഡൗൺ ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. ഡൗൺ ആകുന്ന വെച്ചാൽ ഡൗൺ ആയി മൊത്തം അങ്ങ് പോകുക എന്നല്ല ഉദ്ദേശിച്ചത്, പെർഫോമൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പാക്കറ്റ്സുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒമാഡ കൺട്രോളറിൽ അങ്ങനെയുള്ള പാക്കറ്റുകളെ യൂണികാസ്റ്റ് പാക്കറ്റുകളാക്കി മാറ്റുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പ്രാക്ടിക്കലാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ നെക്സാ സിസ്റ്റം എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ ഏത് WLAN ആണോ നമുക്ക് എടുക്കാനുള്ളത് ആ WLANിലേക്ക് നമ്മൾ പോകാം കേട്ടോ. WLAN മീൻസ് വയർലെസ് ലാൻ. ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് അടിക്കാം. അതിനകത്ത് നമ്മുടെ ഈ WLAN എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇവിടെ 3 വൈഫൈ SSIDs സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അതിലിപ്പോൾ നമുക്ക് ആൽഫയ്ക്കാണോ ബീറ്റയ്ക്കാണോ ഏതിനാണോ നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് അടിക്കുക. അതിൻ്റെ മുകളിൽ നിന്ന് ക്ലിക്ക് എന്ന് വെച്ചാൽ എഡിറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൾട്ടികാസ്റ്റ്/ബ്രോഡ്കാസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടേക്കണതാണ് എൻ്റെ നെറ്റ്വർക്കിൽ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മാറ്റി കൊടുത്താൽ മതി. മൾട്ടികാസ്റ്റ് ടു യൂണികാസ്റ്റ് കൺവേർഷൻ ഇവിടെ ടിക്ക് ഇടാം. IPv4നും V6നും ടിക്ക് ഇടാം. ഇതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എത്ര % എന്നുള്ള ഓപ്ഷൻ. ഞാൻ 100% ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞേക്കണം 100% താഴെ, അതായത് എപ്പോഴും എനിക്ക് മൾട്ടികാസ്റ്റ് പാക്കറ്റ്സിനെ യൂണികാസ്റ്റ് പാക്കറ്റ്സ് ആക്കി മാറ്റണം എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത് എനി ടൈം. അതുപോലെ ഇവിടെ ARP പാക്കറ്റ്സിനെയും നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യൂണികാസ്റ്റിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ചാനലിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇവിടെയും നമുക്ക് അതുപോലെയുള്ള ഓപ്ഷൻ ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിൻ എന്നുള്ള ഈ ഒരു വൈഫൈ SSIDയിലും എനിക്ക് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ പെർഫോമൻസ്, വൈഫൈ നെറ്റ്വർക്ക് പെർഫോമൻസ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്ഡ് ആവും. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ WLAN ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ വയർലെസ് ലാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് WLAN ഒപ്റ്റിമൈസേഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പോളജിക്ക് അനുസരിച്ച്, നമ്മുടെ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ഉദ്ദേശിച്ചത്. ആ നെറ്റ്വർക്ക് ടോപ്പോളജിക്ക് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു വയർലെസ് ആക്സസ് പോയിന്റ് നമ്മൾ കൊണ്ടുവച്ചു. ആ വയർലെസ് ആക്സസ് പോയിന്റിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അതിനകത്ത് അതിൻ്റെ പവർ വരുന്നുണ്ട്, എത്രത്തോളം റേഡിയോ പുറത്തേക്ക് വരണം എന്നുള്ള കാര്യം വരുന്നുണ്ട്, എത്രത്തോളം ചാനൽസ് അതിനകത്ത് വരുന്നുണ്ടാവും, അതിന് ഒരുപാട് ആൻറ്റിനകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആളുകളായിരിക്കും. ഡിഫറെൻ്റ് ആളുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോൺ ആയിരിക്കും, ഐഫോൺ ഏറ്റവും പുതിയതായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ യൂസ് ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോൺ വളരെ കുറഞ്ഞ മോഡലായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഈ വൈഫൈ നെറ്റ്വർക്ക് ക്യാപ്ചർ ആവുന്നുണ്ട് അല്ലെങ്കിൽ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിവൈസും ഓരോ രീതിയിലാണ് ഈ വൈഫൈ സിഗ്നൽസിനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്തിരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് ദൂരെ ഇരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓഫീസിൽ നമ്മൾ നെറ്റ്വർക്ക് ഇതേപോലെ ഒരു WLAN സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു റൂമിൻ്റെ ഉള്ളിലിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു ആക്സസ് പോയിന്റിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വയർലെസ് ലാനിന് ഒരുപാട് അങ്ങോട്ട് സിഗ്നൽ പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ WLAN ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ.